ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്ത് വിജിലൻസ് 13-നാണ് MLA വിജിലൻസ് ചോദ്യം ചെയ്തത്. കയ്യേറ്റത്തിൽ കുഴൽനാടനെതിരെ വിജിലൻസ് FIR ഇട്ടിരുന്നു. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ഇത്തരമൊരു നീക്കമുണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും മാത്യു കുഴൽനാടനെതിരെ സുപ്രധാനമായ നീക്കമാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അത് പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ഒരു MLA വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് സംസ്ഥാനത്ത് ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റ കേസ്. ഇത് നേരത്തെ നിയമ നടപടികൾക്കടക്കം വിധേയമായതാണ്. അന്ന് മാത്യു കുഴൽനാടൻ നൽകിയ വിശദീകരണം അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് ഒരു MLA വിജിലൻസ് കേസിൽ പെടുന്നത്, ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായിരുന്നു നീക്കം? സജിത്ത്, നേരത്തെ തന്നെ മാത്യു കുഴൽനാടനെതിരെ ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് ഈ കേസിൽ മാത്യു കുഴൽനാടന്റെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം 13-ാം തീയതി മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്തത്. തിരുവനന്തപുരത്ത് വിജിലൻസ് ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. നേരത്തെ തന്നെ മാത്യു കുഴൽനാടനെ കയ്യേറ്റത്തിൽ തെളിവ് മാത്യു കുഴൽനാടന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള FIR നേരത്തെ വിജിലൻസ് കോടതി സമർപ്പിച്ചിരുന്നു. 21 പ്രതികളാണ് ഈ കേസിൽ ആകെയുള്ളത്. 16-ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. ക്രമക്കേടുള്ള ഭൂമിയാണെന്ന് അറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയെന്നാണ് FIR. ഇടുക്കി വിജിലൻസ് യൂണിറ്റ് അന്വേഷിച്ച് സമർപ്പിച്ച FIR-ൽ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സമർപ്പിച്ച FIR-ൽ പറഞ്ഞത്. 2012 ദേവികുളം തഹസിൽദാറാണ് കേസിലെ 1-ാം പ്രതി. ഷാജി എന്നയാളാണ് അന്ന് തഹസിൽദാറായത്. അയാളാണ് 1-ാം പ്രതി. CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി പരാതിയോടുകൂടിയാണ് മാത്യു കുഴൽനാടന്റെ ഭൂമി ഇടപാട് സംബന്ധിച്ച വിവാദം പുറത്തു വരുന്നത്. അതിനുശേഷം ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന ആരോപണവും CPM ഉയർത്തിയിരുന്നു. 2021-ലാണ് 3 ആധാരങ്ങളിലായി ചിന്നക്കനാലിന്റെ 1 ഏക്കർ 23 സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും മാത്യു കുഴൽനാടന്റെയും പത്തനംതിട്ട സ്വദേശികളായ മറ്റ് 2 പേരുടെയും പേരിൽ വാങ്ങിയത്. സർക്കാർ നിശ്ചയിക്കുന്ന വിലയേക്കാൾ കൂടുതൽ കാണിച്ചു എന്നായിരുന്നു ആദ്യം ആരോപണം ഉയർന്നത്. പിന്നെ മാത്യു കുഴൽനാടന്റെ രാഷ്ട്രീയ ആരോപണമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമായുള്ള ആരോപണമെന്ന ഒരു വാദമാണ് മാത്യു കുഴൽനാടൻ ആ ഘട്ടങ്ങളിൽ സ്വീകരിച്ചത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് കുഴൽനാടനെ ചോദ്യം ചെയ്യുമ്പോഴും കുഴൽനാടനും കോൺഗ്രസും സമാനമായ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചേക്കാം. രാഷ്ട്രീയ വേട്ടയാടലിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണ ശുപാർശ വരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് അന്ന് മാത്യു കുഴൽനാടൻ പ്രധാനമായും പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ താൻ നിലപാടെടുക്കുന്നതിനുള്ള വൈരാഗ്യമാണ്, രാഷ്ട്രീയ വൈരമാണ് തനിക്കെതിരെയുള്ള ഈ അന്വേഷണ നീക്കമെന്നാണ്. സ്വാഭാവികമായും സമാന പ്രതികരണങ്ങൾ ഇപ്പോഴും ഉണ്ടാകും. അധികം വൈകാതെ കുഴൽനാടന്റെ പ്രതികരണം വിഷയത്തിൽ ഉണ്ടാകും. അദ്ദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കാണാൻ, കോൺഗ്രസിന്റെ പ്രകൃതി സംഘത്തിന്റെ ഭാഗമായി കാണാൻ വരുന്നുണ്ട്. അവിടെ സ്വാഭാവികമായും ഈ വിഷയത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. മാത്യു കുഴൽനാടനെ വിജിലൻസ് ചോദ്യം ചെയ്തു. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിലാണ് ഈ നീക്കമുണ്ടാകുന്നത്.